ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +2-ൻ്റെയൊക്കെ സേ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പം മെയിൻ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിന് ശേഷം ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ ഡിഗ്രി മാത്രമല്ല വേറെ കോഴ്സുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ അഡ്മിഷൻ കിട്ടുമോ, ഇനി നമ്മൾ ഇത് എപ്പോഴാണ് ഈ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഇപ്പോൾ ഡിഗ്രിയുടെയൊക്കെ അഡ്മിഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി റിസൾട്ട് ഇത്രയും താമസിച്ചിനി വന്ന് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ചാൻസൊക്കെ നഷ്ടപ്പെടുമോ എന്നൊക്കെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുണ്ട്. സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതിനു മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സോ +2 റിസൾട്ട് പോലെയല്ല സേ എക്സാമിൻ്റെ റിസൾട്ട്. സോ +2 റിസൾട്ടിനൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെയല്ല സേ എക്സാമിൻ്റെ റിസൾട്ട് ഇപ്പോൾ വാല്യുവേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടാബ്ലേഷൻ വർക്കൊക്കെയാണ്. സോ ജൂലൈ ഫസ്റ്റ് വീക്ക് ഓർ മേ ബി സെക്കൻഡ് വീക്കിൻ്റെ മിഡിലോടെ തന്നെ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഡിഗ്രിയുടെയൊക്കെ അഡ്മിഷനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റൊക്കെ മിക്ക യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി ആകട്ടെ ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ സേ റിസൾട്ട് ഇനിയും താമസിച്ചാൽ നിങ്ങൾക്ക് ഒരു കോഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓർക്കരുത്. അതായത് ഈ സേ എക്സാം എന്ന് വെച്ചാൽ സേവ് എ ഇയർ എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടമാക്കാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് വേറെ കോഴ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒരു അവസരമാണ് ഈ എക്സാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോഴ്സിലേക്ക് റിസൾട്ട് താമസിച്ചെന്നും പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുകയൊന്നുമില്ല. സോ ഈ സേ എക്സാം റിസൾട്ടിന് ശേഷം പല യൂണിവേഴ്സിറ്റികളും പുതിയതായിട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതായിരിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടാകുന്നതാണ്. അതായത് ഇപ്പോൾ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ തെറ്റ് മൂലം ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ റിജക്റ്റായ വിദ്യാർത്ഥികൾക്ക് സോ അങ്ങനെ പല ഓപ്ഷനുകളായിട്ട് പിന്നീടും ആപ്ലിക്കേഷൻ വിളിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി. ആൻഡ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട തുടങ്ങിയ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലൊക്കെ നിങ്ങൾക്കും പങ്കെടുക്കുവാൻ ആ ടൈമിൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നതാണ്. ആൻഡ് ഈവൻ അതിനോടൊപ്പം തന്നെ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. സോ അതായത് ഇപ്പോൾ അഡ്മിഷനൊക്കെ ശേഷം, അതായത് ഇപ്പോൾ റിസൾട്ടിനൊക്കെ ശേഷം ഓരോ യൂണിവേഴ്സിറ്റി, ഓരോ കോളേജസും അവരുടെ ഇനി വേക്കൻസ് ആയിട്ടുള്ള സീറ്റ്സൊക്കെ പറയും. സോ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കാവുന്ന ഒരു പ്രൊവിൻഷൻ നിങ്ങൾക്ക് ആ ടൈമിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ MG യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷവും യൂണിവേഴ്സിറ്റീസൊക്കെ വിളിക്കാം. സോ അപ്പോൾ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ റീവാലുവേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷനിലൂടെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അപ്പോൾ നിങ്ങൾ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റൊക്കെ അതായത് യൂണിവേഴ്സിറ്റീസിലൊക്കെ അയച്ചു കൊടുക്കേണ്ടി വരും. അതിലൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഓപ്ഷൻ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഡിഗ്രിക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഡിഗ്രിക്ക് എല്ലാ സ്റ്റുഡൻസും എല്ലാവരും ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യും. അതിനുശേഷമായിരിക്കും LBS അതുപോലെ തന്നെ പല പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് വരിക. സോ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാൻ നേരത്തെ ഇപ്പോൾ ആ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ കോഴ്സിലേക്ക് പോയാൽ അവിടെ ഒരു വേക്കൻസി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ വേക്കൻസിയിലേക്ക് നിങ്ങൾക്കിനി കിട്ടുവാൻ ചാൻസും ഉണ്ട്. സോ ഇപ്പോൾ ഈ CU ET തുടങ്ങിയ എക്സാംസൊക്കെ റിസൾട്ട് ഇപ്പോഴും ഇന്ന് റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ കുറേ റിസൾട്ട് ഉണ്ട്, ഇപ്പോഴും ഹോൾഡാണ്. സോ അത് റിലീസ് ചെയ്ത ശേഷം ഇനി അതിലൊക്കെ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ അതിലേക്ക് അവർക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ റിസൾട്ടിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.